ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the name of the Almighty God be glorified. ഈ മനോഹരമായ രാത്രിയിൽ ദൈവവചനവുമായി ദൈവസന്നിധിയിലായിരിക്കുവാൻ, ദൈവവചനം കൊണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ ഈ സന്ദർഭത്തെ ഓർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. In this wonderful evening, the Lord has granted an opportunity to deliver God's word, and I praise God for that time. നാം പഠിക്കുന്ന വിഷയത്തെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. I do not like to continue with further things which what I have extended in my previous session. ശിഷ്യത്വത്തിൻ്റെ പ്രാധാന്യമാണ് നാം ആദ്യ ക്ലാസ്സിൽ ചിന്തിച്ചത്. We looked at the importance of discipleship. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് എപ്പോഴാണ് ഒരു വ്യക്തി ശിഷ്യനാകുന്നത്. We looked at when does a person become a disciple. എന്താണ് ശിഷ്യത്വം ആവശ്യപ്പെടുന്നത്? What does discipleship require? സമ്പൂർണ്ണ സമർപ്പണവും സമ്പൂർണ്ണ പരിവർത്തനവുമാണ് ശിഷ്യത്വം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. It requires a complete submission and a complete transformation from our lives. എന്താണ് ശിഷ്യത്വത്തിന്റെ വഴി? What is the direction or the way for the discipleship? നാം ചിന്തിക്കുന്ന വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. The Spirit of God teaches us from the verses which we read over there. പോയി പ്രസംഗിക്കണം. We have to go and preach. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. We have to baptize those who believe. സ്നാനപ്പെടുത്തിയവരെ പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തണം. From those who are baptized, we have to help them to mature in Christ with the word of God. തുടർന്ന് നാം ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാനിടയായി തീർന്നു. Later we examine the foundation of discipleship. അതിൽ നാം ഏറ്റവും കാതലായി ചിന്തിച്ച ഒരു വിഷയം അതിന്റെ 20-ാം വാക്യത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിച്ച് ശിഷ്യനാകണം. What we looked at in the last time, it was the core of discipleship. Whatever I taught you, you have to follow. ശിഷ്യത്വത്തിന്റെ ലക്ഷ്യം അവിടെ വളരെ വ്യക്തമാണ്. There we see the goal of discipleship. ക്രിസ്തുവിലാകുന്നതാണ് ശിഷ്യന്റെ യോഗ്യതയെങ്കിൽ, if it is the qualification of a person or a disciple to be in Christ, ക്രിസ്തുവിനെ പോലെ ആകുന്നതാണ് ഒരു ശിഷ്യന്റെ ലക്ഷ്യം. it is the goal of a disciple to be like Christ now. അങ്ങനെ ആകാൻ കഴിയുമോ? Can we be like that? വ്യക്തിപരമായി ദൈവവചനം പ്രമാണിച്ച് നമുക്ക് തികവിലേക്ക് വരാൻ കഴിയുമെന്നുള്ളത് നാം ചിന്തിക്കാനിടയായി തീർന്നു. By personally we understand, by following the scripture, understanding the word of God, we can achieve or aim for that direction over there. കൊലോസ്യലേഖനം 1-ാം അധ്യായം 28-ാം വാക്യമാണ് അതിനാധാരമായി നാം ചിന്തിക്കാനിടയായി In തീർന്നത്. connection with that above thought, we looked at Colossians chapter 1 and verse 28. കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി ഒരു കുടുംബമായി നമുക്ക് തികവിൽ സാക്ഷ്യം വഹിക്കാനായിട്ട് കഴിയും. We can come together in Christ with all wisdom by presenting every man perfect over there. ലൂക്കോസ് 1:6 നിന്നാണ് നാം അത് ചിന്തിക്കുവാനിടയായി We തീർന്നത്. examine further that from Luke chapter 1 verse 6. എന്റെ വചനം കാത്തു എന്ന് സഭാകാന്തൻ സാക്ഷ്യപ്പെടുത്തുന്ന തക്ക നിലയിൽ സഭയായി നമുക്ക് കുറ്റമില്ലാത്തവരായി സാക്ഷ്യം വഹിക്കാൻ കഴിയും. To be a blameless person, to walk in that manner and direction, that is what the scripture addresses to us. ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ കഴിയണം. To all this, the foundation is whatever the Lord has taught, we have to follow. എങ്ങനെയും പ്രമാണിച്ചാൽ പോരാ, കൃത്യമായി ആചരിക്കാൻ കഴിയണം. It is not to however we like or casually follow, but to follow with certainty. That's how it is mentioned over here. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നിന്ന് നാം ഒരു കാര്യം ചിന്തിച്ചു. We looked at later from John chapter 1 and verse 18. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. No man has seen God at any time. എന്നാൽ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവവചനത്തിലൂടെയും പുത്രനിലൂടെയുമാണ്. But the God has been revealed to us from the word of God and from the beloved son over there. അപ്പോൾ പ്രമാണിച്ച് നാം ശിഷ്യരായിരിക്കണമെങ്കിൽ, but so that when we have to be like a disciple, ഈ പ്രമാണം കേൾക്കാനിടയാകണം. we have to follow and listen to this. ഇത് ഗ്രഹിക്കാനിടയായി തീരണം. We need to embrace and accept it. ഇത് നാം ആ കേൾക്കുന്ന വചനത്തിൽ വാസ്തവമായി നിലനിൽക്കാനിടയായി തീരണം. And to what we have been hearing, we need to consistently stay on it. അങ്ങനെയുള്ളവരെയാണ് വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരെന്ന് കർത്താവ് പറഞ്ഞു. And to those people Jesus calls them, they are my disciples. ലേവ്യ ഗോത്രത്തിൽ നിന്നും നാം ചില കാര്യങ്ങൾ അതിനോട് ബന്ധത്തിൽ നാം ചിന്തിക്കുവാനിടയായി തീർന്നു. We looked at further from the tribe of Levi also. മഹാനിയോഗത്തിൽ ശിഷ്യത്വത്തിന്റെ ഉദ്ദേശമാണ് നാം ഇന്ന് ചിന്തിക്കാനിടയായി തീരുന്നത്. We looked at നിയോഗത്തിൽ. In the Great Commission, we understood what is the discipleship and what is a disciple over there.
ഈ മഹാനിയോഗം സ്വർഗത്തിലെ ദൈവം നൽകുമ്പോൾ And when God has assigned us with this great commission, ദൈവത്തിന്റെ ആഗ്രഹം വചനത്തോട് പൂർണ്ണമായി അനുസരണം കാണിക്കണമെന്നുള്ളതാണ്. and when God has commended or commissioned us, we need to obey it with the whole heart over here. ദൈവം ഒരു ഗോത്രത്തെ തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീരുമ്പോൾ When God has selected a tribe, അതിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് what God desires from that is അവനെ അനുകരിക്കുക, we have to follow, അവനെ ശുശ്രൂഷിക്കുക, we have to imitate and follow and serve, അവനെ സേവിക്കുക എന്നുള്ളതാണ്. and we have to follow and serve him over there. ലോകത്തിൽ വിചാരകന്മാരെ നിയമിക്കുന്നത് നമുക്കറിയാം. God has appointed judges in this world, അത് അധികാരം നടത്താനാണെങ്കിൽ and if it is to follow a judicial system over there, ദൈവം നിയോഗിക്കുന്നതിന്റെ ഉദ്ദേശം and when God appoints over there, ഈ യജമാനനെ സേവിക്കുക, ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. and that is for us to serve our master over here. അത് വ്യക്തമായി ദൈവം കൽപ്പിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും. And God's certainty he implies and tells us over here. പുറപ്പാട് പുസ്തകം 28 അധ്യായത്തിലേക്ക് വരുമ്പോൾ When we come to the book of Exodus 28, അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ 28 verses 1 to 4, എന്തിനു വേണ്ടിയാണ് അഹരോനെയും പുത്രന്മാരെയും തിരഞ്ഞെടുത്തത് എന്നുള്ളത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. there is a certainty to show to us why does God select Aaron and his children over അവിടെ there. ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, I would like to escalate 2 verses over there. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന്, To carry forward my priestly duties over there. ആ വാചകം 3 പ്രാവശ്യം ആ വാക്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. That is emphasized with 3 times the repetition over there. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യണം. To carry out my priestly duties. അപ്പോൾ ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ ഒരു വ്യക്തി ഇടയായി തീരുന്നത് എങ്ങനെയും ശുശ്രൂഷിക്കുക എന്നുള്ളതല്ല, It is not to casually observe and follow the duties of God. എന്നെ ശുശ്രൂഷിക്കുന്നതിന് എനിക്ക് ചില വ്യവസ്ഥകളുണ്ട്. To follow and to carry out my priestly duties, I have certain principles. അത് വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുകയാണ്. And that is where the Spirit of God brings with certainty over here. പൗരോഹിത്യ ശുശ്രൂഷ ദൈവം ലേവി ഗോത്രത്തിനാണ് നൽകിയിരുന്നത്. It is the priestly office, the duties have given to the tribe of Levi. എന്നാൽ ലേവി ഗോത്രത്തിൽപ്പെട്ട എല്ലാവരും പുരോഹിതന്മാരല്ല. But we need to remember, not everyone from the tribe of Levi does the priestly duty. അവർ പൗരോഹിത്യ ഗോത്രമാണ്. It is they have the priestly office. അതിൽ നിന്നാണ് പുരോഹിതന്മാർ ഉണ്ടാകേണ്ടത്. And from there we understand the priests come. എന്നാൽ അവരെല്ലാവരും പുരോഹിതന്മാരല്ല. But not all are priests over there. എന്നാൽ ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ, ദേവാലയ സംബന്ധമായ ശുശ്രൂഷ ചെയ്യുവാൻ ആ ഗോത്രത്തെ ദൈവം തിരഞ്ഞെടുക്കുകയായിരുന്നു. But God has selected the tribe of Levi to work and administer in the house of God. എന്തുകൊണ്ട് ലേവിയെ തിരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മുടെ ചിന്തയിൽ തോന്നാവുന്ന ഒരു ചോദ്യമാണ്. We might be thinking, why does God select only Levi? പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് ലേവി ഗോത്രത്തെ തിരഞ്ഞെടുക്കുന്നതിന്റെ ചരിത്രം നമുക്ക് കാണാനായിട്ട് കഴിയും. In the book of Exodus we understand the why that criteria of selection for Levi. എന്തുകൊണ്ടായിരിക്കാം ദൈവം ലേവി ഗോത്രത്തെ തിരഞ്ഞെടുത്തത്? Why did God only select Levi? അതിന് ദൈവത്തിന് വളരെ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. There we see the purpose of God with clarity. അത് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. And God records that clearly in his scriptures. ദൈവത്തിന് സമ്പൂർണ്ണ അധികാരമുണ്ട് തിരഞ്ഞെടുക്കുവാൻ. God has the complete authority to select. പക്ഷേ ലേവി ഗോത്രത്തെ തിരഞ്ഞെടുത്തതിന്റെ കാരണം ദൈവം വ്യക്തമാക്കുന്നുണ്ട്. But God is giving more clarity to why he has selected this tribe of Levi. ലേവി ഗോത്രം എന്ന് പറയുന്നത് ഒരു ശാപം പേറുന്ന ഗോത്രമാണ് വാസ്തവത്തിൽ. We understand the tribe of Levi is the one which has got more curses over there. യാക്കോബ് അത് വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. And Jacob clearly indicates that. കാരണം കഠിന ഹൃദയമുള്ളവരായിരുന്നു ലേവി ഗോത്രത്തിൽപ്പെട്ടവർ. The people in the tribe of Levi are hard-hearted people over there. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. And there we see from Genesis 49 verses 5 onwards. ലേവി ഒരു ഉഗ്രകോപിയും കഠിന ക്രോധവും നിറഞ്ഞവനാണ്. So Levi, the weapon of violence are their swords over there. അത് വരുത്തി വെച്ച വിന യാക്കോബിന് മറക്കാവുന്നതല്ല. And we understand the history records clearly how Jacob cannot forget what Levi had done. എന്നാൽ ശാപം പേറുന്ന ആ ഗോത്രത്തെ ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു. But the Levi who are cursed, God decided to bless them over there. അതിന് ഈ നാം പഠിക്കുന്ന വിഷയവുമായിട്ട് വളരെ അഭേദ്യമായൊരു ബന്ധമുണ്ട്. But we need to remember there is a close connection to these two things. പുറപ്പാട് പുസ്തകം 32 അധ്യായത്തിലേക്ക് വരുമ്പോൾ When we come to Exodus 32,
അത് അവിടെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. God's Spirit records that clearly. അതിന്റെ 25-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നോക്കുക. Let us read verse 25 and the last verse over there. അവിടെ അഴിച്ചുവിട്ട ഒരു നേതൃത്വത്തെയും കെട്ടഴിഞ്ഞവരായ ഒരു ജനത്തെയും നമുക്ക് കാണാനായിട്ട് കഴിയും. There we understand the people who are let loose and the leadership who are in derision over there. അത് വിരോധികൾക്ക് ഹാസ്യമായി തീർന്നു എന്നും ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. And for the enemies of God it became a time of mockery over there. അതിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് അറിയാവുന്നതാണ്. We know the history to that context. മോശ അല്പനേരത്തേക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ സമയത്ത് അഹരോനാൽ സംഭവിച്ച വലിയൊരു പരാജയമാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. When Moses has gone to encounter or talk with God, there we see under the leadership of Aaron there is a huge failure. ഇസ്രായേലിന്റെ മനോഹാരിതയെക്കുറിച്ച് പല ഭാഗങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. The beauty of Israel is recorded very clearly in several passages. അത് കെട്ടിയടക്കപ്പെട്ടൊരു തോട്ടമായിരുന്നു. It is the very thing that which has binded together. ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരായിരുന്നു. It is the one which has been separated over there. ആ കെട്ടിയടക്കപ്പെട്ടവർ കെട്ടഴിഞ്ഞവരായി കാണുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. The people who were separated unto God, they became so loose and they led a chaotic life. കാരണം ആ നേതൃത്വം അഴിച്ചുവിടുകയായിരുന്നു. And there we see that leadership let them go loose over there. അതിന്റെ നടുവിൽ ലേവിക്ക് ഒരു പ്രത്യേകതയുള്ളതായി നമുക്ക് അവിടെ കാണാം. And in the midst of that chaos over there, there we see the uniqueness of Levi. അവിടെ നാം വായിക്കുന്നത് യഹോവയുടെ പക്ഷത്തുള്ളവർ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവ്യരെല്ലാവരും യഹോവയുടെ പക്ഷത്ത് നിന്നവരായി നമുക്ക് അവിടെ കാണാൻ And കഴിയും. when Moses stands as a breach over there and he says, whoever is on God's side, come over here, Levi chooses the right track to come to God. ഇവരെ ദൈവം നിയോഗിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. And when we think about that, if God does not select them, we might be wondering why. ഇനി 28-ാമത്തെ വാക്യത്തിലേക്ക് വരിക. Let me come to verse 28. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. Well, we read. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. Sons of Levi did according to the word of Moses. അന്ന് ഏകദേശം 3000 പേർ വീണു. And there we understand 3,000 of men fell over there. 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ When we come to 29. യഹോവ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന് നിങ്ങൾ ഇന്ന് ഓരോരുത്തൻ താന്താന്റെ മകനും താന്താന്റെ സഹോദരനും വിരോധമായി യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പിനെന്ന് മോശ പറഞ്ഞു. Consecrate yourself today to Jehovah, ye every man against his son and against his brother, that he may bestow upon you a blessing this day. മോശ പറഞ്ഞത് അതികഠിനമായ വാക്കുകളായിരുന്നു. Moses said things with very seriousness over there. ഇവർ വചനത്തിന് വേണ്ടി നിലനിൽക്കുന്നവരായിരുന്നു എന്ന് മാത്രമല്ല, We understand these are the people who not only stood for the word of God. യഹോവയുടെ പക്ഷത്ത് നിന്നവരായിരുന്നു എന്ന് മാത്രമല്ല, These are the people who stood with God's side over there. ദൈവം ആക്കിവെച്ച ആത്മീയ നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരുന്നവർ. These are the people who stood with the leadership God appointed over there. അവർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. They followed the words of Moses accordingly. ദൈവം ആക്കിവെച്ച നേതൃത്വത്തെ അനുസരിക്കുന്നവരായിരുന്നു. They are the people who listen to the leadership God appointed. അവർ ചെയ്ത പ്രവൃത്തി അതികഠിനമായി നമുക്ക് തോന്നുമായിരിക്കാം. We might be wondering they did something very big, serious over there. പക്ഷേ അത് ദൈവം പ്രസാദിക്കുന്ന ദൈവിക പ്രമാണത്തോടുള്ള അനുസരണമായിരുന്നു. But there we see God was pleased by their action and life over there. That passion God appreciated. എന്തുകൊണ്ടാ ലേവിയെ തിരഞ്ഞെടുത്തതെന്ന് മനസ്സിലായോ? But now we can understand why did God select Levi. ഒരു കാര്യം കൂടെ ചേർത്ത് പറയട്ടെ. Let me say one more thing in addition to that. മോശ ആവർത്തന പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ, When Moses blesses the people in the book of Deuteronomy, ഈ കാര്യം വീണ്ടും മോശ എടുത്തു പറയുന്നുണ്ട്. this is where Moses repeats the same thing with emphasis. 33-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ നോക്കുക. Shall we read 33 verses? അവിടെ നാം വായിക്കുന്നത്, ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഊറീമും നിന്റെ ഭക്തന്റെ പക്കലിരിക്കുന്നു. Thy Thummim and thy Urim are with thy godly one. He was talking to Levi. എന്നിട്ട് 9-ാം വാക്യത്തിലേക്ക് നോക്കുക. When we come to verse 9, അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച്, who said of his father and of his ഞാൻ അവരെ mother, കണ്ടില്ല എന്ന് പറഞ്ഞു. I have not seen him. സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല. Neither did he acknowledge his brethren, സ്വന്തം മക്കളെന്ന് ഓർത്തില്ല. nor knew he his own children. നിന്റെ വചനം അവർ പ്രമാണിച്ചു. For they observed thy word നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. and kept thy covenant. പ്രിയപ്പെട്ടവരെ, Dear believers, ലേവിയ ദൈവം എന്തിനു തിരഞ്ഞെടുത്തു? why did God select Levi? എന്ത് വിലയും കൊടുത്ത് ദൈവവചനത്തോട് കൃത്യമായ അനുസരണം കാണിക്കുവാൻ അവർ ഒരുക്കമായിരുന്നു. They were ready to pay any price to only listen to God's voice. അതുകൊണ്ട് ഈ പ്രമാണം സൂക്ഷിക്കുവാൻ ദൈവം ഈ ഗോത്രത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു. And so God chose them to keep this covenant impact over there. അവിടെ നാം വായിക്കുന്നത്,
അവരുടെ പക്കൽ ഈ വലിയേറിയ ദൈവത്തിന്റെ പ്രമാണങ്ങൾ ഇരിക്കുകയാണ്. And there we understand from here they have the covenant of God kept very seriously. അടുത്ത തലമുറയിലേക്ക് ഇത് പകരുവാൻ അവരുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുക്കുകയാണ്. And that is why we understand God gives them this to carry out to the next generation. ലേവി അനുഗ്രഹിക്കപ്പെട്ടതിന്റെ കാരണം ഈ വചനത്തോട് കൃത്യമായ അനുസരണം അവർ കാണിച്ചു. Oh, they observed it with good submission and wholeheartedly, and that's why God blessed them. എന്നെ അതിശയിപ്പിച്ച കാര്യം, What surprised me, നാം ആദ്യം വായിച്ച ലേവ്യ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ from what we read in Exodus 32. താന്താന്റെ മകനും സഹോദരനും വിരോധമായി എന്ന് നാം വായിക്കുന്നുണ്ട്. Which verse? Verse 29, there we read over there, consecrate yourselves today to Jehovah, every man against his son and against his brother. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, When we come to Deuteronomy 33 verse 9, വചനം പ്രമാണിക്കാൻ വേണ്ടി അപ്പനെയും അമ്മയെയും കുറിച്ച് അവർ കണ്ടില്ല എന്ന് വെക്കുകയാണ്. to observe the word of God, they were willing to not to look at the father or mother over there. സഹോദരന്മാരെ അവർ ആദരിച്ചില്ല. Or neither did they acknowledge the brethren over സ്വന്തം there. മക്കളെന്ന് അവർ ഓർത്തില്ല. Now they thought about their own children. വചനത്തിന് വേണ്ടി അവർ നിൽക്കുവാൻ തീരുമാനിച്ചു. Oh, for the word they took a steady stand over ഈ there. 3000 പേരെ കൊന്നുകളഞ്ഞവരുടെ കൂട്ടത്തിൽ ഇവരും ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. We might be assuming there might be people along with the 3,000. ദൈവവചനം അനുസരിക്കുന്നതിന് പകരമായി ബന്ധങ്ങൾ തടസ്സമായി നിൽക്കുന്നതിനെ അവർ അതിന് മുഖവിലക്കെടുക്കുന്നില്ല. They were not willing to take into face value if there was someone who was against the word of God. They were willing to let them go even if it was their own relation. വചനം കൃത്യമായി ആചരിക്കേണ്ടതിന് അവർ വില കൊടുക്കുകയാണ്. They were willing to pay a huge price to obey and to follow the word of God. പ്രിയപ്പെട്ടവരെ, ഈ മനോഹരമായ മാതൃക ഉൾക്കൊള്ളുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. May the Lord help us to carry this as a role model in our lives. നമ്മുടെ കർത്താവിന്റെ മാതൃകയും ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. We can think in connection with our Lord Jesus Christ the same thing. നമ്മുടെ കർത്താവിന്റെ മനോഹരമായ മാതൃകയെ കുറിച്ച് പാടുന്ന മനോഹരമായ ഒരു പാട്ട് 460-ാമത്തെ പാട്ടിലുണ്ട്. We understand from the hymn books in 460 there we see the beautiful role model what we can look into our Lord നാം Jesus Christ. പഠിക്കുന്ന വിഷയത്തോട് വളരെ ചേർന്ന് വരുന്ന ഒരു പാട്ടാണ്. It is in connection with our study subject about discipleship. നാം ഈ ദിവസങ്ങളിൽ വീടുകളിൽ ആ പാട്ട് പാടിയാൽ വളരെ നല്ലതാണ്. It would be better if we can sing together in our family time. യേശുവേ നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം. For my eyes your beauty is how much that can be talked about. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാകണം മുഴുവൻ. Oh, please help me to come closer to you in that formation. നാം പഠിച്ചു വന്ന ഭാഗത്തേക്ക് വരുമ്പോൾ, Let me come to now the subject over there. ദാസനെ പോലെ സേവ ചെയ്ത ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് കാണാനായിട്ട് കഴിയും. We see the Son of God who took the form of a servant and served over there. നമ്മുടെ കർത്താവ് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനം മറുവില കൊടുപ്പാനും അത്രേ വന്നത്. We understand Jesus Christ came not to let others serve him, but to serve and to also bring a sacrifice as his life as a sacrifice over there. അപ്പോൾ നാം നമ്മുടെ യജമാനനെ എങ്ങനെ സേവിക്കണമെന്നും അനുകരിക്കണമെന്നും മാതൃക നമ്മുടെ കർത്താവ് തന്നെയാണ്. But now we understand from here Jesus Christ is a role model how we have to serve God and follow God and also to carry forward the principles of God. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 5 മുതൽ നാം വായിക്കുമ്പോൾ, When we read through Philippians 2 and verse 5 onwards, ദാസരൂപമെടുത്ത ദൈവപുത്രൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെയാണ് കടന്നു വന്നത് എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. there we read how does our Lord Jesus Christ come. Paul exhorts it very clearly about the servanthood of Jesus Christ. ദൈവം മനുഷ്യനായി. God came in the form of a man. ഗുരു കാൽ കഴുകുകയാണ്. Oh, the master serves the disciples' feet by washing them. യജമാനൻ ദാസനാകുകയാണ്. Oh, the master becomes the servant over there. നമ്മുടെ മനോഭാവം എങ്ങനെയുള്ളതാണ്? Let us understand and introspect how is our attitude. ശിഷ്യത്വത്തിൽ അധികാരമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. In the context of discipleship there is authority. പക്ഷേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവനെ സേവിക്കുക എന്നുള്ളതാണ്, ശുശ്രൂഷിപ്പാനാണ് തിരഞ്ഞെടുത്തത്. But God expects from our lives how we are to serve him now we are. സെർവന്റ് ലീഡർഷിപ്പാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. God expects us for a servanthood leadership. നമ്മിൽ ആര് വലിയവൻ എന്നുള്ളതാണോ നമ്മുടെ ചിന്ത? We might be thinking who is the biggest in our human circles.
ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ Well, shall we look into Luke chapter 9? നാം എങ്ങനെ സേവിക്കണം എന്നുള്ളതിനെ കുറിച്ച് മനോഹരമായ മാതൃക കർത്താവ് പറയുന്നുണ്ട്. God gives us a beautiful picture on how we are to serve him. തന്റെ ശിഷ്യന്മാരെ അരികെ വിളിക്കുന്നുണ്ട്, God calls his disciples to him. അവർക്ക് അധികാരം കൊടുക്കുന്നുണ്ട്. Oh, Jesus gives them the authority. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. We read that in 9 verse 1 of the Gospel of Luke. അത് നമുക്കൊന്ന് വായിക്കാമോ? Shall we read that together? അവരെ അടുക്കൽ വിളിച്ച് അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. He called the 12 together, gave them power and authority. അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ And when they got the authority, അവരുടെ ഭാവം മാറി. and their attitude changed. 46-ാം വാക്യത്തിൽ നോക്കുക, 9-ാം അധ്യായത്തിന് 46-ാം Shall വാക്യം. we read the verse 46 of the same chapter? അവരിൽ വെച്ച് 6 വലിയവർ എന്നൊരു വാദം അവരുടെ ഇടയിൽ ഉണ്ടായി. And there rose a reasoning among them, which of them was the greatest. എന്നെ ചിന്തിപ്പിച്ച കാര്യം, What made me think over here? ഇതിന്റെ 23-ാമത്തെ വാക്യത്തിൽ ശിഷ്യത്വത്തിന്റെ വലിയൊരു പ്രമാണം ദൈവം അവർക്ക് കൊടുക്കുന്നുണ്ട്. In connection with the subject of discipleship, Jesus gives them a bigger lesson over there. ആ 23-ാം വാക്യം നോക്കുക. Shall we read 9 verse 23? അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുവനിച്ഛിച്ചാൽ If any man would come after me, തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. let him deny himself, take up his cross daily and follow me. ആ ശിഷ്യത്വത്തിന്റെ മനോഹരമായ പ്രമാണമാണ് അവിടെ പറയുവാൻ ഇടയായിത്തീരുന്നത്. In the context of discipleship, there is the beautiful lesson mentioned over here. ഈ അധ്യായം നാം വായിച്ചാൽ When we study this whole thing, 10 ദിവസം കഴിഞ്ഞില്ല, and not even 10 days cross, അതിനു മുമ്പേ അവരുടെ ഉള്ളിൽ ആരാണ് വലിയവൻ എന്നുള്ള ആ ചോദ്യം ഉണ്ടാകുകയാണ്. in that within the span of 10 days itself, we understand there is a superior thought, who is greater over there. അപ്പൊ ഈ ശിഷ്യത്വത്തിന്റെ പാതയിലേക്ക് അവരെ അയക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലുള്ള ചിന്ത, ഞങ്ങളിൽ ആരാണ് വലിയവൻ? When Jesus sends them into the life of discipleship, there itself is a thought of superiority over here. ഇത് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ അവസാനിക്കുന്നത് വരെയും ഈ ചോദ്യം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. And in the ministry of Jesus, till it comes to a conclusion, there is the thought of superiority. That questions were there. 22-ാം അധ്യായത്തിലേക്ക് വരിക. Shall we come to chapter 20? അവിടെയും നമുക്ക് ഈ ചോദ്യം അവരുടെ ഹൃദയത്തിൽ ഉൾത്തിരിയുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും. Same question is still there in the life of disciples. അതിന്റെ 24-ാമത്തെ വാക്യം, Shall we read verse 24? തങ്ങളുടെ കൂട്ടത്തിൽ ആരാകുന്നു വലിയവൻ എന്ന് എണ്ണേണ്ടതിന് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. There also was a contention among them, which of them was accounted to be the greatest over there. എന്നിട്ട് 27-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, And when we come to verse 27, ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആയിരുന്നു. which is greater, that he sitteth at the meat, or I'm in the midst of you, that he that serveth over there. അപ്പോൾ കർത്താവ് ഈ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇവരുടെ ഉള്ളിലുള്ള ചിന്ത, ഞങ്ങളിൽ ആര് വലിയവൻ എന്നുള്ളതാണ്. When Jesus Christ called them to his side, and that moment itself, their thought rised over there, who is superior over here? അന്നു മുതൽ കർത്താവ് പറയുകയാണ്, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനാണ് വന്നത്. And from that day itself, Jesus starts by saying, I have come to serve and not to be served. ശിഷ്യത്വത്തിന്റെ പാത എന്നുള്ളത് സേവ ചെയ്യുക, ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. The path of discipleship is all about serving and to serve others over here. ആ പരസ്യ ശുശ്രൂഷകൾ അവസാനിക്കുമ്പോഴും ഈ ചോദ്യം അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറിയിട്ടില്ല. And when the ministry of Jesus comes to a conclusion, that same question arises over there. അന്ത്യ അത്താഴം കഴിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, And when we come to the Last Supper in John chapter 3, അവസാനമായി കർത്താവരോട് പറയുന്നതും ഇത് തന്നെയാണ്. and Jesus says the same thing to them again over there. അതിന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, Shall we read verse 16 and 17? അവിടെ നാം വായിക്കുന്നത്, യജമാനനേക്കാൾ വലിയവനല്ല, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല. A servant is not greater than his Lord. ഇത് പറഞ്ഞിട്ട് കാൽ കഴുകിയ ശേഷമാണ് ഈ വാചകങ്ങൾ പറയുന്നത്. After washing the disciples' feet, then he says, എന്നിട്ട് 17-ാം വാക്യത്തിൽ പറയുന്നത്, then we read verse 17. ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യം. If you know these things, blessed are you if you do them. അപ്പോൾ കർത്താവ് വന്നപ്പോൾ മുതൽ അവരെ അടുക്കൽ വിളിച്ചിരുത്തി സംസാരിക്കുന്നത് മുഴുവനും ഈ ശിഷ്യത്വത്തിന്റെ കാര്യമാണ്. When Jesus Christ came and made disciples, started talking with them only about this. കൽപ്പിക്കുന്നതൊക്കെയും പ്രമാണിക്കുന്നതിന്റെ കാര്യമാണ്. It is all about following what I'm commanding you. ശിഷ്യത്വത്തിൽ എന്തെല്ലാം ദൈവം ആഗ്രഹിക്കുന്നു, അതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് അവരോട് പറയുന്നത്. It is all what God desires in discipleship and to follow. താൻ ഈ ഭൂമിയിൽ നിന്നും പോകാറായി എന്നുള്ള വളരെ വ്യക്തമായ അറിവ് കിട്ടുമ്പോഴും, And even when the disciples are given the message of Jesus leaving
leaving this earth. ഇവർക്ക് യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. And there we see still they do not have any അവസാനം changes. കർത്താവ് പറഞ്ഞു വെക്കുകയാണ്, And after when Jesus concludes by saying like this, ഇത്രയും നാൾ ഞാൻ ഇത് നിങ്ങളോട് പറയുകയായിരുന്നു, all this while I've been telling you, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം, and you all know about it, അറിഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. and whatever you know, there is no benefit over there. അറിയുന്നത് ചെയ്താൽ ഭാഗ്യം. If you knew and do them, blessed are you. പ്രിയപ്പെട്ടവരെ, നാം ധാരാളം ദൈവവചനം അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. Dear believers, we are all immensely hearing the word of വാസ്തവത്തിൽ God. നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നുണ്ടോ? Can we stand with certainty with that word? വാസ്തവത്തിൽ ഇതിൽ നിലനിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം ശിഷ്യന്മാരല്ല. If we cannot stay with steadiness, we are not disciples over here. വാസ്തവത്തിൽ നാം ശിഷ്യരാണു എന്നുള്ള ആ ഗണത്തിൽ നാം ഉൾപ്പെടുന്നില്ല. We are not standing in accord with the line of discipleship if we are not following them. നാം പേരിൽ ശിഷ്യന്മാരാണ്, We might be having a name, we are disciples. പ്രായോഗിക ജീവിതത്തിൽ അത് വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നില്ല. In our practical life, we might not, we will be zero over there. അതുകൊണ്ട് കർത്താവ് പറയുക, അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യം. If you know about that, blessed are you if you do them. സേവനത്തിൽ വളരെ വ്യക്തമായി ദൈവിക വ്യവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയും. In the principle of serving, the certainty is very clear what God is instructing. ദൈവം നമ്മെ എല്ലാവരെയും ശുശ്രൂഷയിൽ നിയോഗിച്ചിട്ടുണ്ട്. God has appointed us in ministry over here. എന്നാൽ എല്ലാവരും എല്ലാം ചെയ്യാമെന്നുള്ള പ്രമാണം ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. But God, never in the word of God it says everyone has to do everything over there. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം എന്നുള്ളതല്ല ദൈവിക വ്യവസ്ഥ. It is not the principle of God to do everything together, everyone to do together. ദൈവം വ്യക്തമായ ചില വ്യവസ്ഥകൾ ദൈവം വെച്ചിട്ടുണ്ട്. God has given some certain principles over there. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഒരു ശുശ്രൂഷയും ഇല്ലാത്ത ആരുമില്ലതാനും. And let me tell you with one thing with certainty, everyone has a role in ministry. നാം ആരും യാദൃശ്യമായി ഇവിടെ വന്നവരല്ല. We are not here by random. ദൈവത്തിന് സമ്പൂർണ്ണമായ ഉദ്ദേശമുണ്ട്. There is a purpose of God. ദൈവസഭയിൽ ദൈവം ഒരു വ്യക്തിയാക്കുന്നത്, ശിഷ്യനാക്കുന്നതിന് ദൈവത്തിന് വലിയ ആശയുണ്ട്. There is a desire and purpose of God in his heart when God makes a person his disciple over there. നാം ഇവിടെ വന്നതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. We might have many physical reasonings over here when we came here. ജോലിയുടെ ബന്ധത്തിലായിരിക്കാം വന്നത്. We might come here to UAE because of a job. വിവാഹം കഴിച്ചതുകൊണ്ട് ഇങ്ങോട്ട് We വന്നതായിരിക്കാം. might be coming here because we got married into. അങ്ങനെ പല കാരണങ്ങൾ കണ്ടേക്കാം. We have many physical reasons. പക്ഷെ നമ്മെ ഒരു ദൈവസഭയോട് ദൈവം ചേർത്ത് പണിയുന്നതിന് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. But when God has joined us with a local church, there is a huge purpose of God we understand here. നാം ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്. We are all part of one body. ഈ അവയവത്തിന് വ്യത്യസ്തമായ ശുശ്രൂഷകളാണ് ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത്. But in these parts they have a unique purpose and roles to fulfill in this body. ഗുരുവിനെ അനുകരിക്കുന്നതിന് വ്യക്തമായൊരു പ്രമാണം ദൈവം നൽകിയിട്ടുണ്ട്. To follow this master, God has given us certain instructions over there. വേല വിഭജിച്ച് നൽകുന്നതും ശുശ്രൂഷ വിഭജിച്ച് നൽകുന്നതും ദൈവമാണ്, യജമാനനാണ്. God has appointed the roles of the ministry and the duties which we have to do accordingly. ലേവ്യ ഗോത്രത്തെ തെരഞ്ഞെടുത്ത കാര്യം നാം ചിന്തിച്ചു. We already understood God selected the tribe of Levi. അവർക്ക് പൊതുവെയുള്ള പ്രമാണവും ദൈവം നൽകിയിട്ടുണ്ട്. And there we understand how they have to follow what has been given common over there. സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ 50-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Shall we turn our attention to Numbers chapter 1 and verse 50? പൊതുവെ എല്ലാവരുടെയും ശുശ്രൂഷ എന്തൊക്കെയാണെന്ന് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. There we read commonly what are everyone's duties in the tribe of Levi. 50-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: We read there. ലേവ്യരെ സാക്ഷി നിവാസത്തിനും അതിന്റെ ഉപകരണങ്ങൾക്കും വസ്തുക്കൾക്കും ഒക്കെ വിചാരകന്മാരായി നിയമിക്കണം. The Levites over the tabernacle of the testimony and over all the furniture thereof. അവർ തിരുനിവാസവും അതിന്റെ ഉപകരണമൊക്കെയും വഹിക്കണം. And over all that belongeth to it, they shall bear the tabernacle. അവർ അതിന് ശുശ്രൂഷ ചെയ്യുകയും And all the furniture thereof they shall minister unto it. തിരുനിവാസത്തിന് ചുറ്റും പാളയമടിച്ച് പാർക്കുകയും വേണം. And shall encamp round about the tabernacle. അതിന് താഴോട്ട് നാം വായിക്കുമ്പോൾ 51. അവിടെ നാം വായിക്കുന്നത്, അത് അടിച്ചെടുക്കണം, They have to remove it. അത് നിവർത്തണം, They have to spread it. പാളയത്തിന് ചുറ്റും പാർക്കണം, They have to encamp around the tabernacle. സാക്ഷി നിവാസത്തിന്റെ കാര്യം നോക്കണം. They have to look around the tabernacle of the testimony. അപ്പോൾ വേലകൾ സ്വർഗത്തിലെ ദൈവം വിഭജിച്ച് നൽകുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. We see God has dispersed or delegated the duties what these people have to do. ഗുരുവിനെ അനുകരിക്കേണ്ടതിന് ആക്കുന്നതും വേല പങ്കിട്ട് കൊടുക്കുന്നതും യജമാനനാണ്. God has appointed us how we have to follow our Lord as well as how the duties which we need to do in our life. ഇന്ന് ദൈവസഭയിലും ദൈവം അങ്ങനെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. God has arranged us in that manner even in the local assembly. ദൈവം നമുക്ക് കൃപാവരങ്ങൾ നൽകി ഓരോ ശുശ്രൂഷയ്ക്ക് ആക്കിയിരിക്കുകയാണ്. God has given us the gifts to how to follow and to do even in our assembly lives. രക്ഷയിൽ ത്രിയേക ദൈവത്തിന്റെ പങ്ക് എങ്ങനെയാണോ അങ്ങനെ തന്നെ
ദൈവം ശുശ്രൂഷകൾ നൽകുന്നതിലും ത്രിയേക ദൈവത്തിന്റെ പങ്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. In this role of salvation, how the triune God functions, in the same manner, we also have been given gifts, how we need to follow from the triune God. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ വേലകൾ പങ്കിടുന്നതായി നമുക്ക് കാണാൻ കഴിയും. And the Father, Son, and Holy Spirit, they participate in all these works together. കൃപാവരമല്ല എന്റെ വിഷയം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. I'm not talking about the gifts of grace over here, so I'm not getting into that. പക്ഷേ നാം വായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാചകം ഇങ്ങനെയാണ്. But we follow a words like this. ഒന്ന് കൊരിന്ത്യർ 12-ാം അധ്യായത്തിലാണ് വാചകം നാം വായിക്കുന്നത്. Shall we read 1 Corinthians chapter 12? ആത്മാവ് ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുകയാണ്. Shall we read that verse? വേണ്ട, No, I need to. ഇത് പറഞ്ഞാൽ മതി. No, can you read? ആത്മാവ് ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പങ്കിട്ട് കൊടുക്കുകയാണ്. According to the Spirit of God that shows over there we see God is giving those gifts over there. സംഖ്യാപുസ്തകം 4-ാം അധ്യായം ഇതിന് 19-ാമത്തെ വാക്യം നോക്കുക. Chapter 4 verse 19 of Numbers. അതിന്റെ അവസാന വാചകം ഇങ്ങനെയാണ്. They will read like this. അവരിൽ ഓരോരുത്തനെ അവനവന്റെ വേലയ്ക്കും അവനവന്റെ ചുമട്ടിനുമാക്കണം. There we see God appointing according to the people's roles and according to the people's duties over there. അവനവന്റെ ചുമട്ടിന് ആക്കണം. Appoint them everyone according to his service. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ കൽപ്പിച്ചതുപോലെ വേല ചെയ്യണം. And according to what we have been studying, follow according to what has been given over there. എല്ലാവരും കൂടെ എല്ലാ വേലയും ചെയ്യുക എന്നുള്ളതല്ല സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പ്രമാണം. It is not the principle of God or the commandment of God to do everyone's duties together. ഇത് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മനോഹരമായ ഒരു ഉപമയിലൂടെ അത് വിശദീകരിക്കാനിടയായി തീർന്നിട്ടുണ്ട്. God has explained this through Jesus Christ in one of his parables. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ നമുക്കത് കാണാം. They will read in Mark 13 and verse 34. അവിടെ നാം വായിക്കുന്നത് മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ when that man has sojourning in another country and having left his house, അവർ അധികാരം കൊടുത്തു, giving authority to his servants, മാത്രമല്ല അതത് വേലയും കൊടുത്തു. to each one his work over there. അപ്പൊ അധികാരത്തോട് ചേർന്ന് വേലയും ദൈവം പങ്കിട്ട് കൊടുക്കുന്നതായി നമുക്കവിടെ കാണാനായിട്ട് കഴിയും. Along with authority, God has appointed each one according to his work over there. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ മാതൃകയും ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. We can think alongside with our role model of our Lord Jesus. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ഗുരുനാഥന്റെ മനോഹരമായ മാതൃക നമുക്കവിടെ കാണാം. They will read in Hebrews chapter 5 verse 4 and 5 the role model or what is the lessons which we can study from our Lord Jesus Christ. അവിടെ നാം വായിക്കുന്നത് അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തതല്ല. So Christ also glorified not himself to be made a high priest, അവന് കൊടുത്തതത്രേ. but he was given over there. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? What does it mean? നമുക്ക് മാതൃകയായി സ്വർഗ്ഗത്തിലെ ദൈവം ചില മാതൃകകൾ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. God has given us the grace to understand certain role model lessons to follow from him. ക്രിസ്തു മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തതല്ല. It is not Christ took that role by himself over there, but about being a high priest. അവന് കൊടുത്തതത്രേ. It is being given to him. എന്ന് പറഞ്ഞാൽ നമ്മെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷയാണ്, തന്ന ശുശ്രൂഷയാണ് ദൈവം നാം തികയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. But what means over here is we need to fulfill what has been appointed and given to us, not what has been given at everything over there. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും നമുക്ക് ഇതിന് സമാനമായ ഒരു വാചകം നമുക്ക് കാണാം. We see a similarity in John chapter 18 and verse 8 also. അവിടെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. There we read like this. എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. What has been given to me, I pass it over to them. എന്ന് പറഞ്ഞാൽ പിതാവ് എന്നെ ഏൽപ്പിച്ചതാണ് ഞാൻ അവർക്ക് കൊടുത്തത്. What God has given me, the Father has given me, I have given to them. എനിക്ക് തന്നത് ഞാൻ അവർക്ക് കൊടുത്തു. What given to me has been given to them. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ വരുമ്പോൾ എത്ര വ്യക്തമായിട്ടാണ് ഒരു ആശങ്കയും ഇല്ലാതെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഹരോനെയും മക്കളെയും ആക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. There we again come back to Exodus chapter 28, how for the priestly duties Aaron and his sons were chosen over there. അവിടെ മോശയ്ക്ക് യാതൊരു ആശങ്കയുമില്ല. And Moses does not have any hesitation or any doubts over there. ഇനി മോശയ്ക്ക്
തോന്നുമോ അല്ലെങ്കിൽ ജനത്തിന് തോന്നുമോ എൻ്റെ സഹോദരനെയും മക്കളെയും ഈ ശുശ്രൂഷയ്ക്കാക്കിയാൽ അവർക്ക് എന്ത് തോന്നും എന്ന് ആശങ്കപ്പെടാൻ ആവശ്യമില്ല. Moses does not have any thoughts of doubt or problems over there because the priestly duties are given to Aaron and his son. മറ്റുള്ളവർക്ക് എന്ത് വിചാരിക്കുമെന്ന് തോന്നേണ്ടെന്ന ആവശ്യകതയും അവിടെയില്ല. It is not to be bothered about what others think over there. എന്നെ ചിന്തിപ്പിച്ച ഒരു വാചകം അവിടെ ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. The Spirit of God makes us think about ആ something ഒന്നാം important. വാക്യത്തിന്റെ അവസാന വാചകം ഇങ്ങനെയാണ്. Shall we read the first verse and the last part? അഹരോനെയും അവന്റെ പുത്രന്മാരെയും എന്നിവരെ തന്നെ എന്ന് നാം വായിക്കുന്നുണ്ട്. Aaron and his children are specific over there. അപ്പോൾ ഓരോ ശുശ്രൂഷയും ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷയാണ് ചെയ്യേണ്ടത്. Or every ministry, every important duty that what God has appointed, we need to do that over there. മാത്രമല്ല ഓരോ ശുശ്രൂഷയും ദൈവമാണ് പങ്കിട്ട് കൊടുക്കുന്നത്. It is God who apportions those duties and hands it over to someone. ഇനി സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ Shall we come now to Numbers chapter 4? ലേവി ഗോത്രത്തിൽ പ്രധാനമായും 3 കുടുംബങ്ങളെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. In the house of Levi, there are 4 families over there. ആ 3 കുടുംബത്തിനും വളരെ വ്യക്തമായി എന്ത് വേലയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പ്രമാണം ദൈവം കൊടുക്കുകയാണ്. And to every family there have been given certain duties over there. അവിടെ 4-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ Shall we read 4 and verse 21? ഗെർശോന്യർ എന്ത് ചെയ്യണമെന്ന് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. It talks about the sons of Gershon, what they have to do. 29-ാം വാക്യത്തിൽ മെരാരിയർ എന്ത് ചെയ്യണമെന്ന് അവിടെ In രേഖപ്പെടുത്തുന്നുണ്ട്. verse 29, what does Merari, the sons of Merari, have to do? 34-ാം വാക്യത്തിൽ കെഹാത്യർ എന്ത് ചെയ്യണമെന്നും അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. What does the Kohathites have to do? It is mentioned in verse 34. ഞാനിങ്ങനെ പറയട്ടെ, ഓരോരുത്തരും അവനവന്റെ ചുമട്ടിലാക്കണം. It is what every person's duty has been apportioned, they have to do that. കൽപ്പിച്ചതുപോലെ അത് ചെയ്യാനിടയായി തീരണം. It is what has been commanded to follow exactly accordingly. പ്രിയപ്പെട്ടവരെ, ദൈവം വേല പങ്കിട്ട് നൽകുക എന്ന് മാത്രമല്ല, It is not God only apportions these duties. അതിനുവേണ്ടി ആക്കുന്നതും യജമാനനാണ്. It is what God appointed them for that duty. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നത്. That is why Paul says like this. കർത്താവായ യേശുക്രിസ്തു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. It is what God who has given those duties to me, I would like to fulfill them. ഇപ്പോൾ പിതാവ് പുത്രന് കൊടുത്തു, Father gave to the Son. ഇവിടെ പൗലോസ് പറയുകയാണ് തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ ഉള്ളൂ. It is what have been given to me, I need to fulfill that. എല്ലാ ശുശ്രൂഷയും എനിക്ക് ചെയ്യണമെന്ന് ആരും നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. I need to do everything. No one has to think about that. നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷയാണോ നാം നിർവഹിക്കുന്നത്? We need to finish what has God appointed us. കൽപ്പിച്ചതുപോലെയാണോ നാം ചെയ്യുന്നത്? We need to follow exactly what has been commanded അത് to നാം us. ചിന്തിക്കുവാനും That is what we need to think about, പരിശോധിക്കുവാനും meditate and introspect, നമ്മെ ഏൽപ്പിച്ചത് എന്താണെന്ന് തിരിച്ചറിയുവാനും and to understand what has been given to us, ഗുരുവിനെ അനുകരിക്കുന്നതിന് വ്യക്തമായ ഒരു പ്രമാണം നൽകിയിരിക്കുന്നത് പോലെ ചെയ്യുവാനും and to follow according to what the master has been given to us and to imitate accordingly. സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. And may the Lord give us enough grace to do that. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. Let me say one more thing and conclude. നൽകിയ പ്രമാണം അനുസരിക്കാനുള്ള പ്രാപ്തിയും ദൈവമാണ് നൽകുന്നത്. God has given us the ability to also do those duties and to follow them over there. ഈ 4-ാം അധ്യായം സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിന് 49-ാം വാക്യം നോക്കുക. Shall we read Numbers chapter 4 and verse 49? അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. There we read like this. അവർ മോശ മുഖാന്തരം ഓരോരുത്തൻ താൻ്റെ വേലയ്ക്കും താൻ്റെ ചുമട്ടിനും, അടുത്ത വാചകം, തക്കവണ്ണം എണ്ണപ്പെട്ടു. Everyone according to his service, according to his burden, they were numbered of him. 7-ാം അധ്യായത്തിലേക്ക് വരിക. Shall we come to chapter 7? അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ When we read from verse 7 onwards, അവിടെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു വാചകം, there we read, 7-ാം വാക്യത്തിൽ വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. according to the duty they were given accordingly over there. 4-ാം അധ്യായം 49-ാം വാക്യത്തിൽ അവർ തക്കവണ്ണം എണ്ണപ്പെട്ടെങ്കിൽ, If they were numbered accordingly to what has been appointed, 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർക്ക് പ്രാപ്തിയും കൊടുക്കുന്നത് ദൈവമാണ്. and when we come to chapter 7, God gives them the ability to do those duties. അപ്പോൾ വേലയ്ക്ക് ആക്കുമ്പോൾ, ശിഷ്യനായി നാം തീരുമ്പോൾ, And when we stand as a disciple, when God has appointed us as a disciple, അതിന് തക്കവണ്ണം നാം എണ്ണപ്പെടുകയും, and when we are numbered or called to be that, അതിന് തക്കവണ്ണം പ്രാപ്തി നൽകുകയും ചെയ്യുകയാണ്. and God will give us the ability to carry it forward. പ്രിയപ്പെട്ടവരെ, Dear സ്വർഗ്ഗത്തിലെ believers, ദൈവം നമുക്ക് ഒരു ശുശ്രൂഷയിൽ നാം ആക്കുമ്പോൾ when God has called us to one role of ministry, അതിനുള്ള പ്രാപ്തിയും കൃപയും തരുന്നത് ദൈവമാണ്. it is God who gives us the ability and grace to do them.
ഈ ഭാഗങ്ങൾ നിങ്ങൾ വീട്ടിൽ വായിച്ചുകൊണ്ട് വരികയാണെങ്കിൽ I pray that you would read these passages as you go home. സമയക്കുറവുകൾ ഇന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കാം. In the brevity of time, as much as I could not complete, I will follow it up in the next class. അല്പം കൂടെ മനസ്സിലാകാൻ എളുപ്പമായിരിക്കും. It will be much better and easier to understand as you read and come in the next class. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശിഷ്യത്വത്തിന്റെ ആ നിയോഗത്തിന് ഉദ്ദേശമുണ്ട്. We have to remember, dear believers, there is a purpose for discipleship. കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കണം. We need to follow what we have been commanded. പ്രമാണിക്കാൻ തക്കവണ്ണം നാം ശിഷ്യരാകണം. And we need to be a disciple to follow exactly what has been commanded. പ്രമാണിച്ചുകൊണ്ട് വേണം ഉപദേശിക്കാൻ. And what has been commanded to us, we need to pass it on or to go and minister it to others. ഒന്നാമത്തെ കാര്യമാണ് നാം വിശദമായി ചിന്തിക്കാനിടയായി തീർന്നത്. Only one thing we have been able to go in detail. നമ്മെക്കുറിച്ച് വളരെ വ്യക്തമായി ദൈവത്തിന് ഉദ്ദേശമുണ്ട്. There is a purpose that God has for each and every one of us. നമ്മെ ഓരോ ശുശ്രൂഷയ്ക്കും ദൈവമാക്കിയിട്ടുണ്ട്. God has apportioned or called us for every duty on this earth. എങ്ങനെയും അനുകരിക്കുക എന്നുള്ളതല്ല, It is not to casually or to do everything or to do anything over there. എന്തെങ്കിലുമൊക്കെ ചെയ്യുക It എന്നുള്ളതല്ല, is not to do anything or anything in our life. എല്ലാം ചെയ്യുക എന്നുള്ളതല്ല, It is not to do everything in life. നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും വ്യക്തമായ ദൈവിക പദ്ധതികളുണ്ട്. It is there in the plan of God for us, everything in detail what we are supposed to do. വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം നമ്മെ It ആക്കിയിരിക്കുന്നത്. is with great purpose that God has created us. ആ ഉദ്ദേശം നമ്മിലൂടെ നിവർത്തിക്കപ്പെടണമെങ്കിൽ And if God has to work those purposes through us, എന്നെക്കുറിച്ച് ദൈവം എന്താണ് കൽപ്പിച്ചത്? what has God talked about me? ഇത് ഏത് വിലയും കൊടുത്ത് കൃത്യമായി അനുസരിക്കുവാൻ ഞാൻ ഒരുക്കമാണോ? Are we able to go forward with any price from our life we are ready to give and to do them? ലേവി ഏത് വിലയും കൊടുക്കുവാൻ ഒരുക്കമായിരുന്നു. Levi was ready to pay any price for or to obey God. അതുകൊണ്ട് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ നിയോഗിക്കപ്പെടുകയായിരുന്നു. And for that they were appointed for God's high priestly duties. എന്ത് വില കൊടുത്തും യഹോവയുടെ പക്ഷത്ത് നിൽക്കുവാൻ ലേവി ഒരുക്കമായിരുന്നു. Or to give any price, I will be standing with God's side. അപ്പന്റെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവം ഒരുക്കമാണ്. Oh, he transitioned from the curse of Jacob into the blessing of God. ഈ ശാപത്തെ വിശദീകരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. I would like to describe much in detail about the curse over there. യാക്കോബ് പറയുന്നത് ഇവനെ സകല ഗോത്രങ്ങളിലും ചിതറിക്കും എന്നുള്ളത് നാം വായിക്കുന്നുണ്ട്. There we see Jacob cursing Levi, I will scatter him among other tribes over there. ദൈവം എങ്ങനെയാണ് അത് അനുഗ്രഹമാക്കിയതെന്ന് അറിയാമോ? How did God make that as a blessing over there? ഓരോ ഗോത്രത്തിനും ശുശ്രൂഷ ചെയ്യുവാൻ ദൈവികമായ ആലോചനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ക്രോധം അവരിലേക്ക് കടന്നു വരാതിരിക്കാൻ ഓരോ ഗോത്രത്തിന്റെ നടുവിലും ഈ ലേവ്യ ഗോത്രത്തെ ദൈവമാക്കുകയാണ്. We see how Levi has been appointed amongst all the tribes, each and every corner. As the tribes were scattered, they were appointed to encamp in the midst of these camps and to minister to them. എന്തിനു വേണ്ടി ഞാൻ ലേവ്യ ഗോത്രത്തെ ഇങ്ങനെ ചിതറിച്ചു എന്ന് ദൈവത്തോട് ചോദിച്ചാൽ വളരെ വ്യക്തമായി ദൈവം ഉത്തരം പറയും. There God will answer, why did I scatter Levi in this manner? മറ്റു ഗോത്രങ്ങളുടെ മേൽ ദൈവിക ക്രോധം വരാതിരിക്കേണ്ടതിന് വേണ്ടി ദൈവികമായ ഉപദേശങ്ങൾ നൽകേണ്ടതിന് വേണ്ടി ദൈവം ഓരോ ഗോത്രത്തിന്റെ ഇടയിലും ലേവ്യ ഗോത്രത്തെ ആക്കുകയാണ്. In order for my anger not to be carried out onto the other tribes, I have given appointment for Levi to be in the midst over there, so that they will pass on the message of God and to avoid the anger of God from there. യാക്കോബിന്റെ അപ്പന്റെ ശാപത്തെ ദൈവം അനുഗ്രഹമാക്കി മാറ്റി. There we understand the curse of Jacob. There we see God change that into a blessing. ഒറ്റ കാരണമേ ഉള്ളൂ, യഹോവയുടെ പക്ഷത്ത് നിന്നു. There we see only one reason. There we see Levi stood on God's side. മാതാപിതാക്കളെന്ന് ഓർത്തില്ല, They did not think about mother or father. സഹോദരന്മാരെന്ന് ഓർത്തില്ല, They did not think about their brothers. സ്വന്തം മക്കളെന്ന് ഓർത്തില്ല. They did not think even if it was their children. വചനം കൃത്യമായി അനുസരിക്കാൻ ലേവി ഒരുക്കമായിരുന്നു. Oh, they were willing to follow the word of God 100% without any compromise. മോശ പറയുക, ഈ പ്രമാണം സൂക്ഷിക്കുവാൻ ഞാൻ അവരെ ഏൽപ്പിച്ചിരിക്കുക. And that is why Moses says, to this covenant or to this words I am appointing them to follow and to carry it forward. പ്രിയപ്പെട്ടവരെ, ഈ പ്രമാണം സൂക്ഷിക്കുവാൻ ഏത് വിലയും കൊടുത്താൽ Yeah, dear believers, if we are ready to follow this by following like a Levi, paying any price over here, അതിന്റെ അനുഗ്രഹം താൽക്കാലികമല്ല. there we see the blessing is not temporary. ഇസ്രായേൽ ഉള്ളിടത്തോളം കാലം ഈ അനുഗ്രഹം അവിടെ നിലനിൽക്കുകയാണ്. And where as long as Israel is placed, the blessing is still there. ഈ അനുഗ്രഹം നമുക്ക് നിത്യതയോളം തുടരുന്നതാണ്. And this blessing is continued till our eternity. ആകയാൽ ഈ കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അവന്റെ നാമം മാത്രം മഹത്വപ്രമാണം. May the Lord give us grace to follow exactly with certainty all what has been commanded. May his name be glorified.